കസ്റ്റമർ ഒരു പ്രോഡക്റ്റോ സർവീസോ വാങ്ങാനുള്ള 5 റീസൺസ്. റീസൺ നമ്പർ 1, പ്രൈസ്. നിങ്ങളുടെ പ്രൈസ് നിങ്ങളുടെ കോമ്പറ്റീറ്ററിനേക്കാൾ കുറവാണെങ്കിൽ, ഒരു ചീപ്പ് പ്രൈസ് ആണെങ്കിൽ കസ്റ്റമർ നിങ്ങളുടെ പക്കൽ നിന്ന് വാങ്ങുവാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള സ്ട്രാറ്റജി അല്ല. കാരണം നിങ്ങളെക്കാൾ ചീപ്പ് പ്രൈസുമായിട്ട് മറ്റൊരു ടീം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് അതോടെ ഡെഡ് ആവുകയാണ്. റീസൺ 2, സെലക്ഷൻ. നിങ്ങളുടെ പ്രോഡക്റ്റിന് ഒരു വൈഡ് വെറൈറ്റി സെലക്ഷൻ ഉണ്ടെങ്കിൽ കസ്റ്റമർ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുവാനുള്ള സാധ്യത കൂടുതലാണ്. എക്സാമ്പിൾ, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കൊമേഴ്സ് സ്ഥാപനങ്ങൾ. അവിടെ ഒരു പ്രോഡക്റ്റിൻ്റെ തന്നെ ധാരാളം വെറൈറ്റീസ് ഉണ്ട്. അവിടെ സെലക്ഷൻ കൂടുകയാണ്. ഇതൊരു കാരണമാണ്. റീസൺ 3, ക്വാളിറ്റി. നിങ്ങളുടെ പ്രോഡക്റ്റോ സർവീസോ നിങ്ങളുടെ കോമ്പറ്റീറ്ററിനേക്കാൾ ക്വാളിറ്റി കൂടുതലുണ്ടെങ്കിൽ കസ്റ്റമർ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ആളുകൾക്ക് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് യൂസ് ചെയ്യാനാണ് താല്പര്യം. റീസൺ 4, കൺവീനിയൻസ്. ഒരു പ്രൊഡക്റ്റോ സർവീസോ കസ്റ്റമർക്ക് കൺവീനിയൻ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ കസ്റ്റമർ അത് പർച്ചേസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. എക്സാമ്പിൾ, സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോംസ്. അവരെന്താ ചെയ്യുന്നത്? 5-6 കിലോമീറ്റർ യാത്ര ചെയ്ത് പോയി കഴിക്കേണ്ട ഫുഡ് നമ്മുടെ ഡോർ സ്റ്റെപ്പിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് അവർ കൊണ്ടുവന്ന് എത്തിച്ചു തരികയാണ്. റീസൺ 5, പേഴ്സണലൈസേഷൻ. ഒരു പ്രൊഡക്റ്റോ സർവീസോ പേഴ്സണലൈസ്ഡ് ആണെങ്കിൽ കസ്റ്റമർ അത് വാങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയത്, എനിക്ക് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്യപ്പെട്ടത് എന്നുള്ളൊരു ഫീൽ, ഒരു പേഴ്സണലൈസ്ഡ് ഫീൽ കസ്റ്റമർക്ക് ലഭിക്കുന്നു. ഇതും കസ്റ്റമർ പർച്ചേസ് ചെയ്യാനുള്ള ഒരു റീസൺ ആണ്.